പ്രധാനമന്ത്രി മോദിയുടെ ചൈന സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ചൈനയും റഷ്യയും മോദിയായിട്ട് വളരെ സഹകരിക്കാമെന്നുള്ള ഒരു മെസ്സേജ് വന്നപ്പോൾ അപ്പോഴായിരിക്കാം ഇത് മാറ്റണം, അവർക്ക് വിട്ടുകൊടുത്തുകൂടാ, വി ഹാവ് ലോസ്റ്റ് ഇന്ത്യ ടു ദ ചൈനീസ് എന്നാണ് പറഞ്ഞത്. അതായിരിക്കാം ഒരു റീസണബിൾ ആർഗ്യുമെന്റ്. ഈ പ്രശ്നം തുടങ്ങിയത് നമ്മുടെ ട്രേഡ് അഗ്രിമെന്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ. ട്രേഡ് അഗ്രിമെന്റിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒട്ടും അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ ക്വസ്റ്റ്യൻ അബൌട്ട് അഗ്രികൾച്ചറൽ ഗുഡ്സ്, അത് മോദി വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ അതിലാണത് ബ്രേക്കപ്പ് ചെയ്തത്. പിന്നെ രണ്ടാമത്തേത് റഷ്യൻ ഓയിലിൻ്റെ പ്രശ്നം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ റഷ്യൻ ഓയിൽ ഇത് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും കൺസെഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ട്രംപ് ഒരുപക്ഷെ ഇനി ചർച്ചകൾ നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ടീം ഓൾറെഡി അവർ വാഷിംഗ്ടണിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെ എന്തെങ്കിലും കൺസെഷൻ നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. ടാരിഫിൻ്റെ കാര്യത്തിൽ എത്രമാത്രം കൺസെഷൻ അദ്ദേഹം കൊടുക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ അത് ഒന്നെങ്കിലേ മാറ്റം വരും. ഒന്നുകിൽ നമ്മൾ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ കൺസെഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ ഓയിലിൻ്റെ കാര്യത്തിൽ അവർ നമുക്ക് കൺസെഷൻ തരണം. അത് രണ്ടും ചെയ്താലേ ടാരിഫ് മാറ്റം ഉണ്ടാക്കുകയുള്ളൂ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബിഡ്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഫ്യൂച്ചർ ഡിസ്കഷൻസിൽ നിന്ന് അതിലൊരു വ്യത്യാസം വരുത്താൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴൊരു പ്രഷറുണ്ട് എല്ലാവരും, നമ്മൾ കൂടുതൽ ചൈനയോടും റഷ്യയോടും അടുക്കുക എന്നുള്ളത്. ഞാൻ കണ്ടിട്ടുള്ള അമേരിക്കയിൽ എപ്പോഴും നമ്മൾ കാണുന്നത് അവരെപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരിക്കും എന്നാണ്. 2 കൊല്ലം എടുത്തല്ലോ ന്യൂക്ലിയർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ 2 കൊല്ലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു, നോർമലൈസ് ചെയ്തു റിലേഷൻസ്. അപ്പോൾ ദാറ്റ്സ് പോസിബിൾ. ഇക്കാര്യത്തിലും അങ്ങനൊരു, കാരണം രണ്ടുപേർക്കും ഒരു ഫീലിംഗ് ഉണ്ട്, ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളത്. അതിൽ കൺസെഷൻ വരുത്തുകയാണ് ട്രംപ് ചെയ്തത്. വേറൊരു പ്രസിഡന്റും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ അദ്ദേഹം മാറി വരികയാണ്. ഇന്ത്യ US റിലേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഷുഡ് ബി റിസ്റ്റോർഡ്, ദേ ഷുഡ് നോട്ട് push us into the hands of Russia or China എന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ he may relax.